ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ടോക്സ്. നവോദയ നായരെ നമ്മൾ വിശദമായിട്ട് പഠിച്ചു വരികയായിരുന്നു. അതായത് നമ്മൾ ആദ്യ ക്ലാസ്സിൽ നവോദയ നായർ എങ്ങനെ പഠിക്കണം, കേരള നവോത്ഥാനത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് കണ്ടു. പ്രധാനപ്പെട്ട നവോദയ നായർ ഞാനന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ സെഷനിലും നമ്മളൊരു 5ഓളം നവോദയ നായരെ കണ്ടിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ ബാക്കി നവോദയ നായരെയാണ്. ഓക്കെ, ആദ്യത്തെ നവോദയ നായകനാണ് സഹോദരൻ അയ്യപ്പൻ. ഓക്കെ, ഇദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ചിന്തകനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജിയൊക്കെ അടുത്ത് നിന്നൊരു വ്യക്തി തന്നെയാണ്. ഇദ്ദേഹം ആരംഭിച്ച സംഘടനയാണ് സഹോദരൻ അയ്യപ്പൻ്റെ സംഘടന വിദ്യാപോഷണി. ഇനി എന്തുകൊണ്ട് അയ്യപ്പനെ സഹോദരൻ അയ്യപ്പൻ എന്ന് വിളിക്കുന്നു? കാരണം സമസ്ത കേരള സഹോദര സംഘം ആരംഭിച്ച ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. സമസ്ത കേരള സഹോദര സംഘം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ഇനി സഹോദരൻ ഒരു മാസിക അദ്ദേഹം ആരംഭിക്കുന്നുണ്ട്. തൊഴിലാളി എന്നുള്ള അദ്ദേഹം ഒരു തൊഴിലാളി നേതാവായിരുന്നു. അങ്ങനെ വേലക്കാരൻ എന്നുള്ളൊരു പത്രം അദ്ദേഹം ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സഹോദര സംഘം, സമസ്ത കേരള സഹോദര സംഘം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾ നമുക്ക് കുറച്ച് കൃതികളുണ്ട്. അതായത് ഉജ്ജീവനം, പരിവർത്തനം, റാണി സന്ദേശം, അഹല്യ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. അതുപോലെ ശ്രീനാരായണ സേവിക സമാജം ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, സമസ്ത കേരള സഹോദര സംഘം മാത്രമല്ല, ശ്രീനാരായണ സേവിക സമാജവും ആരംഭിക്കുന്ന അദ്ദേഹം തന്നെയാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രവർത്തനം ഞാൻ പറയുന്നത് ഇവിടെ എഴുതിയിട്ടുള്ള മറ്റൊരു പ്രവർത്തനമാണ് മിശ്രഭോജനം. മിശ്രഭോജനം നടത്തിയത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അതേസമയം നമ്മൾ നേരത്തെ കണ്ട് സമപന്തി ഭോജനം നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, നമ്മൾ ആ ഒരു സെഷനിൽ കണ്ടിരുന്നു. ഈ ആ വീഡിയോ കാണാത്തത് കണ്ടു നോക്കുക. ഇനി ഇതിന് ശേഷം നമ്മൾ കണ്ടത് മറ്റൊരു വ്യക്തിയാണ്, അടുത്താണ് പണ്ഡിറ്റ് KP കറുപ്പൻ. ഓക്കെ, പണ്ഡിറ്റ് KP കറുപ്പൻ, ലിങ്കൺ ഓഫ് കേരള, കേരളത്തിലെ ലിങ്കൺ എന്നൊക്കെ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കാരണം ലിങ്കൺ, കേരള സ്പാർട്ടക്കസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരായിരുന്നു? അയ്യങ്കാളി. ഇദ്ദേഹം എന്താണ്? ലിങ്കൺ ഓഫ് കേരള, കേരളത്തിലെ ലിങ്കണും എന്താണ്? അടിമകൾക്ക് മോചനം, അല്ലെ? ആ രീതിയിൽ അടിമകൾക്ക് തുല്യ സ്വാതന്ത്ര്യം അമേരിക്കയിൽ അനുവദിച്ച വ്യക്തിയാണ് ലിങ്കൺ. ഇതേപോലെ തന്നെ ഇവിടെയുള്ള അവശ്യ വിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ് പണ്ഡിറ്റ് കറുപ്പൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ലിങ്കൺ ഓഫ് കേരള എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആര്യ സമുദായ നേതാവാണ്. കുറേയധികം സംഘടന ആരംഭിച്ചിട്ടുണ്ട്. ബാലസമുദായ പരിഷ്കരണ സഭ, കല്യാണദായി സഭ, സമുദായ സേവനി എന്നൊക്കെ പറഞ്ഞ് കുറേയധികം സംഘടനകൾ അദ്ദേഹം ആരംഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ലങ്കാമർദ്ദനം, ശാകുന്തളം, കാളിയമർദ്ദനം, ബാലകലേശം എന്നിവയൊക്കെ. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് എന്ത്? ഒന്ന് ജാതിക്കുമ്മി അല്ല, ആനന്ദക്കുമ്മി എഴുതിയത് ആരാണ്? ആനന്ദക്കുമ്മി എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയാണ്. ജാതിക്കുമ്മി എഴുതിയതാണ് പണ്ഡിറ്റ് കറുപ്പൻ. ഓക്കെ, ഇനി ലിങ്കൺ ഓഫ് കേരള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഞാൻ പറഞ്ഞു. മറ്റൊന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുറേയധികം സഹകരണ സംഘങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് കൊച്ചി രാജ്യത്താണ് അദ്ദേഹം പ്രവർത്തിച്ചത്. കൊച്ചി രാജ്യത്തെ സഹകരണ സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ശക്തമായുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. ഇനി അടുത്ത വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ എന്നുള്ളതാണ് നായർ സമുദായത്തിലെ ഒരു നവോത്ഥാന നായകനായിരുന്നു. നായർ സമുദായം എന്ന് പറയുമ്പോൾ എന്താണ്? NSS, നായർ സർവീസ് സൊസൈറ്റി ആരംഭിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അതിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറിയാണ്. NSSന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്? കേളപ്പൻ, കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ട കേളപ്പനായിരുന്നു. ഓക്കെ, ഇനി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് സർദാർ KM പണിക്കർ അദ്ദേഹത്തെ വിളിക്കുന്നത്, അതായത് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിക്കുന്നത് മദൻമോഹൻ മാൾവ്യ ഓഫ് കേരള എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? അദ്ദേഹമാണ് മന്നത്ത് പത്മനാഭനാണ്. ലിങ്കൺ ഓഫ് കേരളയോ പണ്ഡിറ്റ് കറുപ്പൻ. ഓക്കെ, കേരള സ്പാർട്ടക്കസോ അയ്യങ്കാളി. ഓക്കെ, അപ്പം നിങ്ങളത് ഓർത്തിരുന്നാൽ മതി. ഇനി മറ്റൊന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതസ്മരണകൾ. എൻ്റെ ജീവിതസ്മരണ ആരുടെ ആത്മകഥയാണ്? മന്നത്ത് പത്മനാഭൻ്റെയാണ്. എൻ്റെ നാടുകടത്തിലുള്ള ആരുടെ ആത്മകഥയാണ്? സ്വദേശാമാനി രാമകൃഷ്ണപിള്ള. നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടാണ്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇനി ഇതിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊന്നുള്ള ഭാരത കേസരി എന്നൊരു പട്ടം അദ്ദേഹത്തിന് ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് 1959. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അടുത്ത നവോത്ഥാന നായകനിലേക്ക് നമുക്ക് വരാം. VT ഭട്ടതിരിപ്പാട്. അടുത്ത നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. ഞാൻ നേരത്തെ പറഞ്ഞ NSS, അതായത് മന്നത്ത് പത്മനാഭൻ എന്നാണ് നായർ സമുദായത്തിലെ നവോത്ഥാന നായകനായിരുന്നു. എന്നാൽ VT ഭട്ടതിരിപ്പാട് ഏതാണ്? ബ്രാഹ്മണ സമുദായത്തിലെ, അല്ലെ നമ്പൂരി സമുദായത്തിലെ നവോത്ഥാന നായകനാണ്. അതിനുവേണ്ടി അതായത് നമ്മളിപ്പോൾ കണ്ടുവന്ന എല്ലാ സമുദായത്തിലുള്ള നവോത്ഥാന നായകരെ നമ്മൾ കണ്ടുവരികയാണ്. അപ്പോൾ അവശ്യ വിഭാഗത്തിൽ നിന്ന് പണ്ഡിറ്റ് കറുപ്പൻ, അതുപോലെ അയ്യങ്കാളിയെ കണ്ടു. ഈഴവ സമുദായത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിനെയും ഡോക്ടർ പൽപ്പുവിനെയും കണ്ടു. മറ്റ് സമുദായത്തിലുള്ള ആളുകളെ നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന നായർ സമുദായത്തിൽ നിന്ന് ചട്ടമ്പി സ്വാമികൾ നമ്മൾ ആദ്യം കണ്ടു. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് മന്നത്ത് പത്മനാഭനെയാണ്. നമ്പൂരി സമുദായത്തിൽ തന്നെ അതായത്
VT ഭട്ടതിരിപ്പാട്. പിന്നീട് നമ്മൾ വിമൻ, അതായത് വനിതാ പ്രവർത്തകരായിട്ട് ആര്യ പള്ളം, പാർവതി നിമിനിമംഗലം ഇവരെയൊക്കെ കാണും. അവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്? നമ്പൂരി സമുദായത്തിൽപ്പെട്ടവരാണ്. അങ്ങനെ നമ്പൂരി സമുദായത്തിൻ്റെ ആ ഒരു ഉന്നമനം അല്ലെങ്കിൽ അവരുടെ സാമുദായിക പരിവർത്തനം അത് ആഗ്രഹിച്ച് പ്രവർത്തിച്ച വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. അതിനുവേണ്ടി അദ്ദേഹം ആരംഭിച്ച സംഘടനയാണ് യോഗക്ഷേമം. 1908 അദ്ദേഹം ആരംഭിച്ചതാണ് യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭ അദ്ദേഹം ആരംഭിക്കുന്നുണ്ട്. ആ യോഗക്ഷേമ സഭയുടെ മാസികളായിട്ട് മംഗളോദയം യോഗക്ഷേമം ആരംഭിക്കുന്നു. യോഗക്ഷേമ സഭയുടെ മാസികളാണ് ഇതൊക്കെ, മംഗളോദയം അതുപോലെ യോഗക്ഷേമം. ഇനി 1919 നമ്പൂരി യുവജനങ്ങളുടെ ആ ഒരു ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനമാണ് നമ്പൂരി യുവജന സംഘം. നമ്പൂരി യുവജന സംഘം 1919 ആരംഭിക്കുന്നു. ഈ നമ്പൂരി യുവജന സംഘത്തിന് ഫണ്ട് പിരിക്കാൻ, അതായത് അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം നടത്തിയ യാത്രയാണ് യാചനായാത്ര. യാചനായാത്ര നടത്തിയത് തൃശ്ശൂരിൽ നിന്ന് ചന്ദ്രഗിരിയിലേക്കാണ്, അല്ലെങ്കിൽ കാസർഗോട്ടേക്കാണ്. തൃശ്ശൂരിൽ നിന്ന് കാസർഗോട്ടേക്കാണ് 1931 യാചനായാത്ര നടത്തിയത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. എന്തിനു വേണ്ടി? നമ്പൂരി യുവജന സംഘത്തിന് വേണ്ടി ഫണ്ട് പിടിക്കാൻ വേണ്ടി. എവിടെ നിന്ന് എവിടേക്കാണ്? തൃശ്ശൂരിൽ നിന്ന് കാസർഗോട്ടേക്ക്. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പം AK ഗോപാലിനെ കുറിച്ച് പഠിക്കും. അതേക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മറ്റൊരു ജാഥയെക്കുറിച്ച് കാണും, പട്ടിണി ജാഥ. ഇത് എന്ത് ജാഥയായിരുന്നു? യാചനായാത്രയായിരുന്നു. മറ്റൊന്നാണ് പട്ടിണി ജാഥ. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക്. അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? മലബാറിലെ കർഷകരുടെ പട്ടിണിയും പരിവട്ടവും മദ്രാസിലെ ഗവൺമെന്റിനെ അറിയിക്കുക എന്നുള്ള രീതിയിലാണ് അത് നടത്തിയത്. ഓക്കെ, അതിന് നേതൃത്വം കൊടുത്തു AKG. അത് വരുമ്പോൾ നമുക്ക് പറയാം. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സാഹിത്യകൃതിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കൃതിയായിരിക്കും ആത്മകഥ. എന്താണ്? കണ്ണീരും കിനാവും. കണ്ണീരും കിനാവാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതികളുടെ രജനി രംഗമാണ്. പിന്നെ മറ്റൊരു നാടകം എഴുതിയിട്ടുണ്ട്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം എഴുതിയിട്ടുണ്ട്. പൊഴിഞ്ഞ പൂക്കൾ, വെടിവെട്ടം, ഇതൊക്കെ അതിൻ്റെ മറ്റു കൃതിയാണ്. എന്നാൽ ഇവിടെ ഓർത്തിരിക്കേണ്ടത് എന്താണ്? കണ്ണീരും കിനാവും. ഓക്കെ, കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഒരു കൃതിയാണ് കണ്ണീരും കിനാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് ആരൊക്കെയാണ്? മന്നത്ത് പത്മനാഭനെ കണ്ടു. അതിനുശേഷം നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ കണ്ട് സഹോദരൻ അയ്യപ്പനെ കുറിച്ച് നമ്മൾ കണ്ടു. അതിനുശേഷം പണ്ഡിറ്റ് കറുപ്പൻ, മന്നത്ത് പത്മനാഭൻ. ഇപ്പോൾ നമ്മൾ കണ്ട ആരെക്കുറിച്ചാണ്? യോഗക്ഷേമ സഭ ആരംഭിച്ച VT ഭട്ടതിരിപ്പാട്. ഓക്കെ, ഇവരെയാണ് നമ്മൾ കണ്ടത്. ഇനി ഇതിന് ശേഷം നമ്മൾ കാണാൻ പോകുന്നത് ക്രൈസ്തവ നവോത്ഥാന നായകരെയാണ്. അടുത്ത സെഷൻ നമ്മൾ കാണാൻ പോകുന്നത് ക്രൈസ്തവ നവോത്ഥാന നായകൻ. അതിനുശേഷം ഇസ്ലാം നവോത്ഥാന നായകരെ നമ്മൾ കാണും. ഓക്കെ, അപ്പോൾ അടുത്ത സെക്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഉണ്ടാകും ക്രൈസ്തവ നവോത്ഥാന നായകരെ കുറിച്ച്. ഇനി ഇതിൻ്റെ നോട്ട്സ് വേണ്ടവർ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.